വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ദുരന്തങ്ങളിലൊന്നാണ് മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 370 അപ്രത്യക്ഷമായത്. 2014 മാർച്ച് 8 രാത്രി 12 മണിക്ക് ശേഷം 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി ക്വാലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 777 വിമാനം എവിടെയോ അപ്രത്യക്ഷമായി. ഇത് നടന്ന് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ആർക്കും ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വിമാനം അപ്രത്യക്ഷമായത്? എന്താണ് ഇതിനു പിന്നിലെന്നോ പറയാൻ രക്ഷാപ്രവർത്തന പോയ ആളുകൾക്ക് പോലും വ്യക്തമായ ഉത്തരങ്ങളില്ല. വിമാനം പോയ റൂട്ടുകളിൽ പല രീതിയിൽ പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അന്ന് പുലർച്ചെ ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എല്ലാം സാധാരണമായിരുന്നു. രാത്രിയായതിനാൽ തന്നെ പല യാത്രക്കാരും നല്ല ഉറക്കത്തിലായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിമാനം മലേഷ്യൻ വ്യോമാതിർത്തിയിൽ നിന്ന് വിയറ്റ്നാം വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ കോ പൈലറ്റായിരുന്ന ഫരീഫ് ഹമീദ് മലേഷ്യൻ വ്യോമഗതാഗത കേന്ദ്രത്തിന് ഒരു സന്ദേശം നൽകി. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370. ഇത് ആ വിമാനത്തിൽ നിന്ന് ലഭിച്ച അവസാനത്തെ സന്ദേശമായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് നടന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ റഡാർ ട്രാക്കർ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് സാങ്കേതിക പ്രശ്നങ്ങളോ എൻജിൻ തകരാറോ ഒന്നും തന്നെ വിമാനത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. കൂടാതെ വിമാനം നേരെ പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ പറന്നതായും പറയുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ ആർക്കും ഇന്നേവരെ സാധിച്ചില്ല. അല്ല, ആ ചോദ്യത്തിന് ഉത്തരം ഇല്ലായിരുന്നു. വിമാനം അപ്രതീക്ഷിതമായതിനു ശേഷം ഇന്നേവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിരച്ചിൽ നടത്തി. 239 പേരുടെ ജീവനായി 26 രാജ്യങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ ഒരു തിരച്ചിൽ തന്നെയായിരുന്നു അത്. പക്ഷേ തിരച്ചിലിൻ്റെ ആദ്യ ദിനങ്ങളിലൊന്നും തന്നെ കണ്ടെത്താനായില്ല. ആദ്യം തെക്കൻ ചൈന കടലിൽ തിരച്ചിൽ നടത്തി. ഒന്നും കണ്ടെത്തിയില്ല. ശേഷം വിമാനം പടിഞ്ഞാറ് ദിശയിലേക്ക് പറന്നതിൻ്റെ സൂചനകൾ ലഭിച്ചപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും തിരച്ചിൽ നടത്തി. അതും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു. ഇതിനിടയിൽ കാലാവസ്ഥാ വ്യതിയാനവും അന്വേഷണത്തെ സാരമായി ബാധിച്ചു. തുടർന്നാണ് ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അന്വേഷണം നടത്താം എന്ന തീരുമാനത്തിൽ എത്തുന്നത്. അവിടെയും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിമാനത്തിലുണ്ടായിരുന്ന സാറ്റലൈറ്റ് നൽകിയ ചില സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് പറന്നുപോയതായി കണ്ടെത്തി. പക്ഷേ അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ ഏകദേശം 1 വർഷം പിന്നിട്ടപ്പോൾ വിമാനത്തിൻ്റെ ഒരു ചിറകിൻ്റെ ഭാഗം ഫ്രഞ്ച് ദ്വീപായ റീയൂണിയൻ തീരത്ത് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് ഫ്ലൈറ്റ് 370 ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു എന്ന നിഗമനത്തിൽ എത്തി. ശേഷം മൊസാംബിക്, ടാൻസാനിയ തുടങ്ങിയ തീരങ്ങളിലും വിമാനത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ കൂടെ കണ്ടെത്തി. എന്നാലും വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളോ വലിയ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 370 എന്ത് സംഭവിച്ചു എന്നതിന് വ്യക്തമായ ഉത്തരങ്ങളില്ല. പലരും പലതും പറഞ്ഞു. വിമാനം റാഞ്ചൽ, തീവ്രവാദ ആക്രമണം, പൈലറ്റ് മനഃപൂർവ്വം ചെയ്തതാകാം, സാങ്കേതിക പ്രശ്നം എന്നിങ്ങനെ തുടരുന്നു. എന്നാൽ ഈ പറഞ്ഞതൊക്കെയും പലരുടെയും സംശയങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇതിന് വ്യക്തമായ കാരണങ്ങളോ തെളിവുകളോ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അപ്രതീക്ഷിതമായ ഫ്ലൈറ്റ് 370 ഇന്നും വ്യോമയാന ചരിത്രത്തിലെ ഒരു ദുരൂഹതയായി തുടരുന്നു.